ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ഭീകര ഗ്യാപ് ഡൗൺ നമ്മൾ ഓൾറെഡി പോസ്റ്റ് മാർക്കറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഇന്ന് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഡൗ ജോൺസ് ഏകദേശം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഡൗ ജോൺസ് ഇവിടെ ഒരു സെക്കൻഡ്. ഇന്നലെ ഡൗ ജോൺസ് ഏകദേശം 769 പോയിൻ്റ് വീണു. എന്നിട്ട് നമ്മുടെ മാർക്കറ്റ് വീണില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. കുറേ പേര്, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നോക്കിക്കേ, 769 പോയിൻ്റ് വീണിട്ടും എന്തുകൊണ്ട് നമ്മളുടെ നിഫ്റ്റി വീണില്ല എന്ന് പറഞ്ഞ് കുറേ പേര് എന്നോട് ചോദിച്ചു. ഇതിപ്പോൾ നോക്കി ഒരു പാറ്റേൺ കണ്ടിട്ട് രസമുണ്ട് കാണാൻ. നോക്കി ഏകദേശം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ വരുന്നത്. നിഫ്റ്റിയാണ് ഈ കാണുന്നത് പോലെ കാണുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം അറിയത്തില്ല. എങ്കിലും ജസ്റ്റ് കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞത് ഇത് നിഫ്റ്റിയാണേ. നിഫ്റ്റിയാണ്, വേറെ നമ്മുടെ സംഭവമല്ല. ഓക്കെ, അപ്പം അത് കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, പോട്ടെ അത് വിട്. അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പം എന്തുകൊണ്ട് നിഫ്റ്റി റെസ്പോണ്ട് ചെയ്തില്ല, ഗ്യാപ് ഡൗൺ ഇത്രയും വീണ്ടും നമ്മുടെ വീണില്ലല്ലോ, പോസിറ്റീവിലാണല്ലോ ക്ലോസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് എനിക്ക് മെസ്സേജ്. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി മെസ്സേജ് ഇട്ടുന്നെങ്കിലും ഗ്രൂപ്പിലില്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ രാവിലെ തന്നെ US മാർക്കറ്റ് ഏകദേശം നെഗറ്റീവായിട്ടാണ് രാവിലെ ഓപ്പൺ ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ ഓപ്പൺ ചെയ്തത് നെഗറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പം അവിടെ എന്താ സംഭവിച്ചത്? അപ്പം US മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് അതിനോട് റെസ്പോണ്ട് ചെയ്തു. മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു 400 പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ നമുക്ക് കിട്ടി ഇല്ലേ? 400 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ കിട്ടി. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് ഒരു 200 പോയിൻറ്റോളം റിക്കവർ ചെയ്തു. അങ്ങനെ മാർക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് ഡൗ ജോൺസിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഡൗ ജോൺസ് എഫക്റ്റ് ചെയ്യാൻ നിൽക്കാത്ത കാര്യം എന്താ? രാവിലെ ഈവനിങ്ങിന് മാത്രമേ മാർക്കറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ ഈവനിങ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം ഈ പറയുന്ന ഫാക്ടർ, ഈ ഇപ്പോൾ രാവിലെ ഉണ്ടായ സംഭവം ഫ്യൂച്ചറിനകത്ത് ഓൾറെഡി ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് റിയലായിട്ട് പിന്നെ സ്പോട്ട് പ്രൈസിലോട്ട്, ഡൗ ജോൺസിൻ്റെ സ്പോട്ട് പ്രൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഏകദേശം 400, 500, 600 എന്ന് പറഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വീണു ഇല്ലേ. അപ്പോൾ ആ രാവിലെ ഉണ്ടായ ഇമ്പാക്റ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടി. രാവിലെ തന്നെ നമുക്ക് കിട്ടി. പക്ഷേ ഡൗ ജോൺസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവരുടെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇനി സംഭവിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഇനിയിപ്പോൾ നമുക്ക് ഞായറാഴ്ച രാവിലെ അല്ല തിങ്കളാഴ്ച വെളുപ്പിനെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. തിങ്കളാഴ്ച വെളുപ്പിനെ മൺഡേ ഏർലി മോർണിംഗിന് US ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, US ഫ്യൂച്ചർ വീണ്ടും നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ആ എഫക്റ്റ് വരും, ഗ്യാപ് ഡൗൺ ആയിട്ട് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് ആയിരിക്കും, ചിലപ്പം പോസിറ്റീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രശ്നങ്ങൾ വളരെ കലുഷിതമാണ്. അപ്പം ഇനി ഫർദർ എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അത് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം. അത് നമുക്ക് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് പലർക്കും സംശയമാണ്, എന്തുകൊണ്ട് നിഫ്റ്റി പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, രാവിലെ നമുക്ക് ആ ഗ്യാപ് ഡൗൺ കിട്ടി, US മാർക്കറ്റിന് കിട്ടിയില്ല. വൈകുന്നേരം അവർ ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് ആ ഗ്യാപ് ഡൗൺ കിട്ടി. ഇനി ഫർദർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു ഔട്ട്കം മാത്രമേ നമ്മുടെ നിഫ്റ്റിയിൽ പ്രതിഫലിക്കത്തുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ രത്ന ചുരുക്കം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റി നമുക്ക് അഴിച്ച് പറക്കി, ഇതെല്ലാം പോട്ടെ, ഇതൊന്നും വേണ്ട. നമുക്കിനി ഇതെല്ലാം അഴിച്ച് പറക്കി നമുക്ക് ഡേയിലോട്ട് വരാം. ഓക്കെ, നമുക്ക് ഡേയിലോട്ട് വരാം. എല്ലാ ചാർട്ടെല്ലാം എടുത്ത് കളയാം. നമ്മൾ വരച്ചതാവുന്നില്ല എങ്കിലും നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം, അതായിരിക്കും നല്ലത്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമാവും, ആൾക്കാർക്ക് പഠിക്കുന്നവർക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ പലർക്കും സംശയങ്ങൾ കാണും, മനസ്സിലായില്ലേ? ആ സംശയങ്ങൾ ദൂരീകരിച്ച് പോകാന്നുള്ളതാണ്. അതാണ്
ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ കടമ സംശയങ്ങൾ ദൂരീകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയാൻ വയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട്. ഇതൊക്കെ പഠിക്കുക, അറിയാവുന്നവർ നിങ്ങൾ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് സഹിക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ പുതിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, സാർ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് -169 ഇല്ലേ, പക്ഷേ ക്യാൻഡിൽ കാണുന്ന ഗ്രീന് അതെന്നാ പരിപാടിയാണ്? അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, കുറച്ച് പേർക്ക് സംശയം കാണും ഇല്ലേ. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നെഗറ്റീവിൽ, പക്ഷേ ക്ലോസിങ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ, അതെങ്ങനെ സംഭവിച്ചേ? അതെന്താ സംഭവിച്ചതെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കാണുമായിരിക്കും ഇല്ലേ. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. എന്താ സംഭവിച്ചത്? നമ്മൾ ആദ്യം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ക്യാൻഡിലിന് 4 ഭാഗങ്ങളുണ്ട്, 4 പാർട്സ്, 4 പാർട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദെൻ ഒരു ഹൈ വരും ഇല്ലേ. പിന്നെ എന്താ വരുന്നത്? പിന്നെ ഒരു ക്ലോസിംഗ് ഉണ്ട്, ഒരു ലോയുണ്ട് ഇല്ലേ. 4 കാര്യമാണ് നമ്മുടെ ഒരു ക്യാൻഡിലിനെ സംബന്ധിച്ചുണ്ട്. ആദ്യം ഒരു ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ ഒരു ഹൈ ഉണ്ട്, പിന്നെ ഒരു ക്ലോസിംഗ് ഉണ്ട്, പിന്നെ ഒരു ലോയുണ്ട് ഇല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്യാൻഡിലിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ആദ്യം ചിന്തിക്കണം. മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റ് ആദ്യം ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് ഡൗണിലാണ്. എത്ര പോയിൻ്റ്? നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തത്, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. 400 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഗ്യാപ്പ് ഡൗൺ, ഇവിടെ 400 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് താഴോട്ട് പോയില്ല, മാർക്കറ്റ് ഇവിടുന്ന് നേരെ മോളോട്ട് തന്നെയാണ് പോയത് ഇല്ലേ. മോളോട്ട് പോയി പിന്നെ കുറച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അപ്പം ഓപ്പണിങ്ങിന് ശേഷം, അപ്പോൾ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഒരു ക്യാൻഡിലിൻ്റെ കളർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഓപ്പണിങ്ങിന് ശേഷം, അന്നത്തെ ദിവസം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് റെഡ് ആകത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞേ? ഒരു എത്ര പോയിൻ്റ് ആയിട്ട് 100 പോയിൻ്റ്, 1000 പോയിൻ്റ്, 500 പോയിൻ്റ്, എത്ര പോയിൻ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എവിടെയാണോ ഓപ്പണിങ്, ഓക്കെ, എവിടെയാണോ ഓപ്പണിങ് ആ ഓപ്പണിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈവൻ നെഗറ്റീവ്, ഇപ്പോൾ 400 പോയിൻറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് -169 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്, 169 പോയിൻറ്റിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. എപ്പോഴും നെഗറ്റീവാണ്. പക്ഷേ ക്ലോസിങ് എങ്ങനെയാണ്? ക്ലോസിങ് ഓപ്പണിങ്ങിനേക്കാളും മുകളിലാണ് ഇല്ലേ. ഓപ്പണിങ് ക്ലോസ് ചെയ്തേക്കുന്നത് ഓപ്പണിങ്ങിനേക്കാളും കുറവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. 400 പോയിൻ്റ് എന്നുള്ളത് 169 പോയിൻ്റ് റെഡ്യൂസായി, കുറഞ്ഞു ഇല്ലേ. അപ്പം അതൊരു എന്താ പറയുക, പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇല്ലേ, ഒരു പ്ലസ്സാണ് നമുക്ക് ഇല്ലേ. കണക്കിൻ്റെ മാത്തമാറ്റിക്സ് നോക്കുവാണെങ്കിൽ പ്ലസ്സാണ്. -400 നിന്ന് -160 വരുവാണെങ്കിൽ എന്താ അതെന്താണ്? അപ്സൈഡാണ് ഇല്ലേ, അതായത് പോസിറ്റീവാണ്. അപ്പം നമ്മൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം 400 പോയിൻറ്റിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മോളോട്ട് പോയിട്ട് പിന്നെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പം എങ്ങനെയാണ്? ഒരു ഓപ്പൺ ചെയ്യുന്നു, മാർക്കറ്റ് താഴോട്ട് പോയില്ല. താഴോട്ട് പോയാൽ അവിടെ ഇങ്ങനെ വിക്ക് വീഴും, തിരിച്ച് വരുമ്പോൾ വിക്ക് വരും ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് മോളോട്ട് പോയി അതിന് ഏറ്റവും മുകളിലോട്ട് പോയി, മുകളിൽ പോയിട്ട് കുറച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് ഓപ്പണിങ്, ഇത് ക്ലോസിങ്. അപ്പോൾ ഇതായിരിക്കും ബോഡി. മനസ്സിലായോ? ഇവിടെ എന്താ സംഭവിക്കുക? ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് 400 പോയിൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് പോയില്ല ഇല്ലേ. 400 പോയിൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് 400, 450, 425 എന്ന് പറഞ്ഞ് താഴോട്ട് പോയില്ല, മോളോട്ടാണ് പോയത് ഇല്ലേ. അപ്പം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ വിക്കില്ല, താഴോട്ട് നേരെ മോളോട്ടാണ് പോയേക്കുന്നത്. മോളോട്ട് പോയി ഒരു 140, 140, 130 വരെയൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് നേരം താഴോട്ട് 169 ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പം ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇത് ഓപ്പണിങ്, ഇത് ക്ലോസിങ്, ഇത് ബോഡി ഇതായി, ഇത് ഗ്രീൻ കളറായിരിക്കും വരുന്നത് ഇല്ലേ. ചെറിയൊരു വീക്കുണ്ട്. ഇത് തന്നെ ഇവിടെ സംഭവിച്ചു. ഇവിടെ നോക്കിക്കേ, കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ. അപ്പോൾ ക്യാൻഡിലിൻ്റെ കളർ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ഓപ്പണിങ്, എവിടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എവിടെ ഓപ്പണിംഗ് ആണോ, ഓപ്പണിങ്ങിന് ശേഷം ക്ലോസിങ് ഓപ്പണിങ്ങിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഗ്രീൻ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇനി വേറെ തിരിച്ച് സംഭവിക്കാം. ഇനി ആ കാര്യം കൂടെ പറഞ്ഞേക്കാം, അതിന് ഇനി കൺഫ്യൂഷൻ വരും. ഇനിയിപ്പോൾ സപ്പോസ് വേറെ കാര്യം, ഇനിയിപ്പോൾ സംഭവിച്ചാൽ എന്താ? ഇനിയിപ്പം ഒരു 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് വിചാരിച്ചു. 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മോളോട്ട്
മുകളിലോട്ട് പോയി. അതിനുശേഷം നേരെ 150 പോയി. ഇത് 150 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ, ഇത് 150 പോയിന്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു 200 പോയിന്റ് വരെ പോയെന്ന് വിചാരിച്ചു. 200 പോയിന്റ് വരെ ഇവിടം വരെ പോയി. അതിനുശേഷം നേരെ മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. താഴോട്ട് വന്നതിന് ശേഷം നേരെ പോയി ഒരു 60 വരെ പോയെന്ന് വിചാരിച്ചു. 60 വരെ ലോ വന്നു. എന്നിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു 130 ക്ലോസ് ചെയ്യുന്ന വിചാരിച്ചു. 130 ക്ലോസ് ചെയ്ത്, ഇത് 150 ഓപ്പണിങ്, 130 ക്ലോസിങ്. എപ്പോഴും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ക്യാൻഡിൽ റെഡ് ആയിരിക്കും. എന്താ കാര്യം? 150 താഴെയാണ് ഓപ്പൺ ചെയ്തത്, 150 ക്ലോസ് ചെയ്തത് 130. അപ്പം ക്ലോസിങ് വരുന്നത് ഓപ്പണിങ്ങിനേക്കാളും ക്ലോസിങ് കുറവാണ്. അപ്പം 20 പോയിന്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ ക്യാൻഡിൽ എപ്പോഴും റെഡ് ആയിരിക്കും. പക്ഷേങ്കിൽ മാർക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും, പ്ലസ് 130 ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. പക്ഷേങ്കിൽ ക്യാൻഡിൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. കാര്യം എന്താ? ഓപ്പണിങ്ങിനേക്കാൾ കുറവിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. മനസ്സിലായാലോ പറഞ്ഞേ? അപ്പോൾ അതുകൊണ്ട് ആ ക്യാൻഡിൽ റെഡായിട്ട് തന്നെ കാണിക്കും. അപ്പം മനസ്സിലായല്ലോ? ക്ലോസിങ്ങിൻ്റെ മുകളിൽ, ഓപ്പണിങ്ങിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഓപ്പണിങ്ങിൻ്റെ കാളും മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും, ഓപ്പണിങ്ങിനേക്കാൾ താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ക്യാൻഡിൽ റെഡ് ആയിരിക്കും. ഇത്രയും കാര്യം അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 കാര്യം എനിക്കറിയാം നിങ്ങൾക്ക് മുഷിച്ചെന്ന്, പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല. പറയേണ്ട കടമയും ബാധ്യത എനിക്കുണ്ട്. കാരണം ധാരാളം പേർക്ക് അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മ പഠിച്ചു പോട്ടെ. കാരണം ഇന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാൻ ഇന്ന് ഒരു PE എടുത്തിട്ടുണ്ട്, ഒരു CE എടുത്തിട്ടുണ്ട്. CE എടുത്തപ്പം ഞാൻ അതിനൊരു 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് CE എടുത്തേക്കുന്നത്. സപ്പോസ് മാർക്കറ്റ് താഴോട്ട് പോകണമെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുമല്ലോ. അവരുടെ അജ്ഞതയാണ്, അറിയാൻ വയ്യാഴിയാണ്. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നത്, ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ ഓപ്ഷൻ ചെയ്യാം. അവർക്കറിയത്തില്ല. കാരണം ഒരു SLൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ഡേ ആണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. കുറച്ച് പേർക്കെങ്കിലും അറിയത്തില്ല. അവരുടെ വിചാരം എന്താണ്? SL വെച്ച് കഴിഞ്ഞാൽ ആജീവനാന്ത കാലം ഞാൻ SL എടുക്കുന്ന വരെ SL കാണുന്നുള്ളതാണ്. അതങ്ങനെയല്ല. ഒരു SL നമ്മൾ വെച്ച് കഴിഞ്ഞാൽ SLൻ്റെ വാലിഡിറ്റി ഡേ ആണ്. ആ ദിവസം മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ആ SL ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോവും. നിങ്ങൾ പിറ്റേ ദിവസം പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും SL ഇട്ട് തലേദിവസം SL ഇടിച്ച് നാളെ എനിക്ക് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ലാഭം കിട്ടുകയും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ SL അടിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണെന്നുള്ള കാര്യം ഈ കൂട്ടത്തിൽ പറഞ്ഞു വന്നു. കാരണം ധാരാളം പേര് എനിക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ, ഇതിപ്പം ഡേ ക്യാൻഡിലാണ് കാണുന്നത്, കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഓക്കെ, എപ്പോഴും ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് തന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ യുദ്ധം ഉണ്ടായി എന്നുള്ള യുദ്ധം ഉണ്ടായി എന്നുള്ള കാര്യം കറക്റ്റാണ്. എങ്കിൽ തന്നെ ചരിത്രം ആവർത്തിച്ചു, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴും മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് തന്നതിൻ്റെ തൊട്ട് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നിർണായക ഘട്ടമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എസ്കലേഷൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ ഇന്ന് രാത്രിയിലോ നാളെയൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ലെവലുകളൊന്നും വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. ഓക്കെ, എവിടെയെങ്കിലും നിന്നതിന് ശേഷം, മാർക്കറ്റ് എവിടെയെങ്കിലും പോയി ഇടിച്ച് നിന്നതിന് ശേഷം മാത്രമേ പിന്നെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ചില സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യും, എങ്കിലും വളരെ സിവിയറായിട്ടുള്ള ഫാളാണെന്നുണ്ടെങ്കിൽ ലെവലുകൾക്കൊന്നും യാതൊരു പ്രാധാന്യം കാണത്തില്ല. അല്ല, പെതുക്കെ മാർക്കറ്റ് അരിഞ്ഞരിഞ്ഞ് വീഴുവാണെന്നുണ്ടെങ്കിൽ, ഇതാ എൻ്റെ ഭാഷ, മാർക്കറ്റ് അരിഞ്ഞരിഞ്ഞ് ഗ്രൈൻഡ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഒരു സിവിയർ ഫോൾ ആണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് വീഴുവാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, അവിടെ നമ്മുടെ ലെവലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അവിടെ ന്യൂസ് മൊമെൻറ്റും ആയിരിക്കും വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ വര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പൈസ കൊടുത്ത് മേടിച്ചാണ്, കുറേ ഇരുന്ന് തപ്പിപ്പറക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം കാശ് കൊടുത്ത് ഈ ഒരു പെൻ മേടിക്കേണ്ടി വന്നു. പക്ഷേ എന്നാൽ കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല വൃത്തിയിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, മാർക്കറ്റ് ഓൾറെഡി ഈ മൗസ് വെച്ച് നോക്കാം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഒരു ഹൈ കിട്ടി, ഈ ഒരു ഹൈ. ഓക്കെ, 25,217. ഓക്കെ, അതായിരിക്കും നമ്മുടെ മേജർ ഹൈ.
ഓക്കെ. ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെയാണ് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ ഞാൻ വരയ്ക്കുമ്പം ചിലതൊക്കെ വിക്ക് കയറി ഇറങ്ങിയൊക്കെ പോകും, പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പോയിൻ്റ്, ഇപ്പോഴത്തെ ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന പോയിൻ്റ്, ഓക്കെ, ഇത് ഒരു നിങ്ങൾ ഇവിടെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു പോയിൻ്റ് ഇവിടെ നോക്കിക്കേ, മാക്സിമം പ്രാവശ്യം മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പ്രാവശ്യം. ഓക്കെ, 12 പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ പലപ്പോഴായിട്ട് ഡേ വൈസിൽ മാർക്കറ്റ് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഈ ഒരു ലൈനിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഒരു മേജർ ലൈനായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, അപ്പം അതാണ് ഒരു മേജർ ലൈൻ. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റിലാണ്. ഇനി നമുക്ക് താഴോട്ട് ഇനി അടുത്തൊരു സപ്പോർട്ട് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഒരു സപ്പോർട്ട്, ഇത് ഞാൻ ഡേ വൈസിലാണ് പറയുന്നത്. ഇതിപ്പം ഈ മാർക്കറ്റ് ഇപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, ഈ ക്ലോസ് ചെയ്തേക്കുന്നത് ഇതും ഒരു മേജർ സപ്പോർട്ടാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇതാണ് ഈ 24,490, അതായത് 24,500 കൂട്ടിക്കോ. 24,490 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടാണ് മാർക്കറ്റിന്. 24,500 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ ഉണ്ടെന്ന് പറയാനുള്ളത് ഈവനാണ്. ഇതുണ്ട് ഈ സാധനം. ഇത് 23,850. ഇത് നമ്മുടെ മാറ്റേ സാധനമല്ലേ? എന്താണ് നമ്മുടെ തലവര അല്ലേ? 23,850 നോക്കട്ടെ. നമ്മുടെ തലവര കറക്റ്റ്. അതുകൊണ്ടോ ഞാനത് ഓർത്ത് പോലും ഇല്ല. നമ്മുടെ 23,850 കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, 23,850 എന്ന് പറയുന്നത് ആ റേഞ്ച് നമ്മുടെ ഒരു തലവരയാണ്. ഇത് ഒരു മേജർ ലൈനാണ് 23,850. ഈവൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഫോള് കാണേണ്ടി വരും എന്നാണ് കരുതുന്നത്. നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കണോ? അത്രയ്ക്ക് പോവോ താഴെ? ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. അടുത്തത് 23,224 ഒരെണ്ണം വരച്ചിട്ടേക്കാം ചുമ്മാതെ. ഇത് ഈ ലൈൻ ഇവിടെ കിടന്നോട്ടെ. ഇത് ഡെയിലിയാണേ. നിങ്ങൾ ഇങ്ങനെന്തോ ഒരുമാതിരി പൊട്ടം കളിച്ചു വരയ്ക്കുന്നത് വിചാരിച്ചു കാണും. പക്ഷേങ്കിൽ അങ്ങനെയൊന്നും അല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതൊക്കെ ഇപ്പം ഇവിടെ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷെങ്കിൽ അതൊരു ഊളത്തരമായിട്ട് തോന്നും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എങ്കിലും എൻ്റെ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളും ചാർട്ടുമായിട്ട് പരിചയിച്ച ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വര വരച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ് വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. ഞാനും എൻ്റെ വരകളും പിന്നെ പ്രൈസ് ആക്ഷനും, അതായിരിക്കും ക്യാപ്ഷൻ. ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണേ. ഞാനും എൻ്റെ വരകളും. അത് കൊള്ളാമല്ലോ, നല്ല ക്രാഫ്ഷനല്ലേ. താൻ വായി വന്നതാണേ, ഓട്ടോമാറ്റിക്കായിട്ട് വായി വന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് മേജർ ഡെയിലി ക്യാൻഡിലിൻ്റെ ബേസിൽ, വീക്കിലി ബേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. നമുക്കിനി 5 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, 5 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ഈ വര അങ്ങനെയൊക്കെ തന്നെ നിന്നോട്ടെ, അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ വരച്ച വരകളൊക്കെയാണിത്. ഇത് വേണ്ട, ഇതൊന്നും മാറ്റണ്ട. അതൊക്കെ ഡെയിലി ബേസുള്ള വരയാണേ. നമുക്ക് നോക്കാനുള്ളത് അടുത്ത ദിവസങ്ങൾ മാർക്കറ്റ് 5 മിനിറ്റ്സിലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പം ഇതിനകത്ത് ഇൻട്രാഡേ ബേസിൽ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ഇൻട്രാഡേ ബേസിനകത്ത് വരയ്ക്കാൻ വരകൾ എന്ന് പറയാൻ ഒരു ഇടത്താവളമായിട്ട് വരയ്ക്കാൻ അതിനകത്ത് ഞാൻ കാണുന്നത് ഇങ്ങനൊരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് വരയ്ക്കാം. 24,244 ഇവിടെ 24,244 എന്ന് പറഞ്ഞൊരു വര അവിടെ കിടന്നോട്ടെ. ഓക്കെ, 24,244 അത് വരച്ചത് 245 ആക്കാമാണ്.
ഓക്കെ 245 അതവിടെ കിടന്നോട്ട്. അത് റെഡ് കളറാക്കാം. ഓക്കെ ഇത് താഴോട്ട് ഇത് റെഡ് കളറാക്കണോ? ആക്കിയേക്കാം, വേണ്ട, ഇതൊരു റേഞ്ച് അല്ലേ, അവിടെ റേഞ്ച് കിടന്നോട്ടെ. ഇപ്പോൾ മാർക്കറ്റ് നാളെ നമുക്ക് ഇൻട്രാഡേ ബേസിലുള്ള ഓപ്പണിംഗ് പറ്റത്തില്ല. നാളെ കാരണം മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ തിങ്കളാഴ്ച പ്രീ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇൻട്രാഡേ അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. 225 217 റേഞ്ച് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ എത്താനുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഇവിടെ മുകളിൽ ഒരു ഇടത്താവളം വരയ്ക്കാനുള്ള വഴിയുണ്ടെന്ന് നോക്കട്ടെ. ഇതൊരിടത്താവളമാണ്, ഇതൊരിടത്താവളമാണ്, വേണ്ടിയത് ഈ ഒരു പോയിൻ്റ് ഒരിടത്താവളമായിട്ട് നമുക്ക് അവിടെ വരച്ചിട്ടേക്കാം. ഓക്കെ 25 15. ഓക്കെ ഇത്രയും ആണ്. 24 817. ഇതൊക്കെ വേണമെങ്കിൽ ഇതൊരു ചുമ്മാതെ വെറുതെ ഞാനിവിടെ ഒരു ഇത് ഇവിടെ കിടന്നോട്ടെ കേട്ടോ. സാധനം ചുമ്മാ അവിടെ കിടന്നോട്ടെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടിനുള്ള സാധ്യത ആ ലൈനുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് തിങ്കളാഴ്ച മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വേറെ ഇതിനകത്തിൽ നമുക്ക് നിഫ്റ്റിയിൽ വേറെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എൻ്റെ വീക്ക് ലേൺസ് കാണാത്തതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീക്ക് ലേൺസ് നിങ്ങളൊന്ന് കാണുക. കണ്ടതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞത്, ഈ ആഴ്ച മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് ഈ പറയാനുള്ളത്. കാരണം എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഡേ ബേസിൽ നോക്കാം. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ നിൽക്കുന്ന ഒരു സംഭവമാണ്. പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ HDFCയെയും ICICI നോക്കി വേണം ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നമുക്കിതെല്ലാം കളയാം, ഇത് വേണ്ട, ഇനി പോട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്ക് എന്താണ് ഒരു സാധ്യത എന്ന് ചിന്തിക്കാം. സാധ്യത എന്ന് പറയുന്നത് അതൊന്നും നോക്കാനില്ല. അതുകൊണ്ട് ഇതൊരു മേജർ സംഭവം, ഇതൊരു മേജർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയാണിത് 24 264. ഓക്കെ, ഈ സാധനം ഒരു മേജർ സംഭവമാണ്. ഇത് പൊട്ടിയാൽ നേരെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ടൈം ഹൈ നമുക്കിവിടെ വരച്ചിട്ടേക്കാം. ഇതാണ് ഓൾ ടൈം ഹൈ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം റിക്കവറി നടത്തി മാർക്കറ്റ് നിൽക്കേണ്ടത്. അതുകൊണ്ട് വലുതാക്കി നോക്കിക്കോട്ടെ. ഇത്ര ഏരിയയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ നമുക്കൊന്നും 55 527 1000 പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഈ വരച്ചേക്കുന്ന ലൈൻ. 55 527 54 264. ഏകദേശം ഒരു 1000 പോയിൻറ്റിന് 800 പോയിൻറ്റിനടുത്തുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇത് തമ്മിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം ഇതൊരു മേജർ സംഭവം. അതുകൊണ്ട് ഇത് ഡി ലൈൻ കണ്ടോ, ഇവിടെ പല പ്രാവശ്യമായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ റേഞ്ച് ഉണ്ട്. അപ്പം ഈ ഇത്രയും ലൈൻ മാത്രമേ ഉള്ളൂ നമുക്കിത് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 57 മുകളിലോട്ട് 56 084 കടക്കണം. 56 084 കടന്നെങ്കിലേ ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെ മുകളിലോട്ടുള്ള നിലനിൽപ്പുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതാണ് 54 264 ആയിരിക്കും മേജർ സപ്പോർട്ട്. വേറെ ഇനി അവിടുന്ന് താഴോട്ട് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വലിയ പൊട്ടലാണല്ലോ. ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഓക്കെ, അത് ഒരാക്കണം നോട്ടെ. 52 739. അതൊക്കെ ഭീകരമാണല്ലോ. എനിവേ 53 827. ഇവിടെ കൂടെ ഒരു ലൈൻ ഇട്ടേക്കാം, ഇതെല്ലാം ഇൻട്രാഡേ ബേസിലൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ കടന്നില്ല. 53 337. ഓക്കെ, അതുവരെ കടന്നു. ഇത്രയേ ഉള്ളൂ, വേറെ വരയ്ക്കാനൊന്നുമില്ല. ഇത് നിങ്ങൾ മാർക്ക് ചെയ്തിടുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച മാത്രമേ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റി. ഇൻട്രാഡേ പറയാൻ പറ്റത്തില്ല ബാങ്ക് നിഫ്റ്റിയിൽ. അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിനകത്തിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. മിഡ് ക്യാപ്പിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ കാര്യം ഇതെല്ലാം കളയാം. മിഡ് ക്യാപ്പിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ കാര്യം മിഡ് ക്യാപ്പ് വലിയ രീതിയിൽ വീണെങ്കിലും തിരിച്ച് റിക്കവർ ചെയ്തു. 44 പോയിൻറ്റ് മാത്രമാണ് നെഗറ്റീവിൽ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് മിഡ് ക്യാപ്പിനെ ശരിക്കും ഒന്ന് കൂലങ്കഷമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ കാണാം. എന്താ നോക്കിക്കേ, കണ്ടോ എന്ത് ക്ലിയറാണ് നോക്കി, എന്ത് സൂപ്പർ ക്ലിയറാണ് നോക്കി. ഡേ വൈസിലാണേ, എന്ത് സൂപ്പർ ക്ലിയറാണ്. ഒറ്റ വരച്ചുള്ളൂ ഇല്ലേ.
ഓക്കെ, ഇവനെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം എങ്ങനെ വന്നു. നമ്മളെപ്പോഴും ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ കോപ്പി ചെയ്ത് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എൻ്റെ സ്റ്റൈലാണ്. പലർക്കും പല ഐഡിയകളായിരിക്കും. അത് പോട്ടെ, നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? ഓക്കെ, അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആർക്കും ചെയ്തൊന്നുമില്ലല്ലോ. നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അതിനകത്ത് വേറെ കഥകളുടെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും മിഡ് ക്യാപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, വീഴാതെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ വീഴാതെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈവനാണ് ഇതിനകത്ത് ഒരു മേജർ സംഭവം. ഇതുണ്ട് ഈ ഒരു ലൈൻ. ഓക്കെ, ഇതൊരു മേജർ സംഭവമാണ്. ഈവൻ 12,352 ഇപ്പം നിലവിൽ നിൽക്കുന്നത് 12,991 അടുത്തൊരെണ്ണം കൂടെ ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതുകൂടെ വെറുതെ മാർക്ക് ചെയ്തിട്ടു, ഈ ഒരു ലൈനൂടെ, ഈ ഒരു റെസിസ്റ്റൻസ് കൂടെ വെറുതെ മാർക്ക് ചെയ്തിട്ടു. ഒക്കെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് 12,991 12,860 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഇൻട്രാഡേയിലൊന്ന് നോക്കാം. അത് അത്ര ഒരു രസമില്ല, കാണാൻ സുഖമില്ല. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇത് 12,839 ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഒരു ഇൻട്രാഡേ അല്ല, ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് 12,667 ഈ പോയിൻ്റ് 12,660. ഓക്കെ, ഈ 2 പോയിൻ്റാണ് ക്രൂഷ്യൽ പോയിൻ്റ്. ഓക്കെ, ഡേ വൈസിൽ എത്രേ പറയാനുള്ളൂ. നമുക്ക് ഇൻട്രാഡേ വൈസിൽ പറയാൻ പറ്റത്തില്ല, അവിടെ കിടക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഈ 3 ലൈൻ മാത്രമേ ഉള്ളൂ. മുകളോട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുകളോട്ട് പിന്നെ എവിടം വരെ പോകുന്നു എന്നുള്ളത്. മുകളോട്ട് പോയാൽ ഹൈ ഇതാണ് 13,368. പിന്നെ ഇത് കൊണ്ടൊരു ലൈൻ ഇതും വരച്ചിട്ട് ഈ 2 റെസിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ, 13,190. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും നാളെ നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ കറക്റ്റ് വിവരം അറിയത്തുള്ളൂ എന്താ സംഭവിക്കുന്നത്. കാരണം നമുക്കൊന്നും ഇൻട്രാഡേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ ഇന്ന് രാത്രി നാളെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ പലരും അതുപോലെ തന്നെ ഇൻബോക്സ് മെസ്സേജ് അയക്കും, സാർ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല, ഇനിയൊരു ക്ലാസ് ഉണ്ടോ? ഇനിയൊരു ക്ലാസ് ഉടനെ ഇല്ല, ഞാൻ പറയാം. ഇപ്പോൾ ഉടനെ എനിക്ക് ക്ലാസ് നടത്താനുള്ള സിറ്റുവേഷനില്ല. കാരണം നമുക്ക് ഒരു അവധി വല്ലതും കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും കാത്തിരിക്കുക അവധി വരുമ്പോൾ. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബിസിനസ് മെൻറ്റാലിറ്റിയാണെങ്കിൽ എല്ലാ ആഴ്ചയും എനിക്ക് പരിപാടി നടത്താം, അതിന് ആൾക്കാരുണ്ട് താനും. പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു സമയമോ സൗകര്യമൊക്കെ വെക്കുമ്പോൾ ഞാൻ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോമണായിട്ട് എല്ലാവരോടും മറുപടി പറയുന്നേ ഉള്ളൂ, എല്ലാവർക്കും മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇനി ഒരു അവസരം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അന്നേരം ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ് നടത്താം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു. ഈ വീക്കെൻഡാണ് ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോകൾ നിങ്ങൾക്ക് കാണാനുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഓക്കെ, സ്പെഷ്യൽ വീഡിയോസ് ധാരാളമുണ്ട്. പ്രൈസ് ആക്ഷൻ സീരീസ് കാണുക. പ്രൈസ് ആക്ഷൻ കണ്ട് ട്രേഡ് ചെയ്തവരാരും അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൈസ് ആക്ഷൻ കണ്ട് ട്രേഡ് ചെയ്തതിൽ 70% ആൾക്കാരും വിജയിച്ചിട്ടുണ്ട്. 30% പിന്നെ അവരുടെ മാനസികാവസ്ഥ ഓവർ ട്രേഡൊക്കെ കൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. 70 പേർക്കും അവരുടെ ട്രേഡിംഗ് ലൈഫിൽ ന്യായം പാലിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ട് 2, 3, 4, 5 വട്ടം കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും കണ്ട് നെയ്യപ്പോൾ തന്നെ നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും കണ്ട് മനസ്സിൽ അത് ഉറപ്പിക്കുക. ക്യാൻഡിലുകളുടെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അതിനെ ന്യായം പാലിക്കാൻ ശ്രമിക്കുക. അതിനകത്ത് തന്നെ നിങ്ങൾ ന്യായം പാലിക്കാൻ ശ്രമിക്കുക. സുന്ദരമായിട്ട് വിജയിക്കാം. അതിനകത്ത് നിങ്ങൾ ഈ കമൻറ്റുകൾ വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ കേൾക്കുന്നവരും പരാജയപ്പെട്ട് നിൽക്കുന്നവരും എങ്ങോട്ട് തിരിയണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരൊക്കെ നിങ്ങൾ ഈ കമൻറ്റ് വായിച്ചാൽ മതി. കമൻറ്റ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പയർ ആകും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സമയം ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. എനിവേ, താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.